ഹായ് ഫ്രണ്ട്സ്. അഥവാ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചാൽ പിന്നീട് നമ്മുടെ ശ്രദ്ധ മുഴുവനും നാം അവിടെ തന്നെ നിക്ഷേപിക്കും. മാത്രമല്ല, എത്ര തന്നെ ശ്രദ്ധിച്ചാലും ശരി, ആ ഭാഗത്ത് വീണ്ടും വീണ്ടും ചെറിയതും വലിയതുമായ ആഘാതങ്ങൾ സംഭവിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും കുറവുള്ളതായി തോന്നുന്നുവെങ്കിൽ, അതായത് ആരോഗ്യമോ സൗന്ദര്യമോ നിറമോ അല്ലെങ്കിൽ സാമർഥ്യമോ സംഭാഷണ ശൈലിയോ അറിവോ എന്തുമാകട്ടെ, വൈകല്യമോ ദൗർലഭ്യമോ എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ആ കുറവിനെ കുറിച്ച് തന്നെയായിരിക്കും. ആ കുറവിനെ കുറിച്ചുള്ള ചിന്ത കാരണത്താൽ ആത്മവിശ്വാസം കുറഞ്ഞു വരുവാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസം കുറഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതം ഒരു കഠിന അനുഭവമായി മാറുന്നതാണ്. വാസ്തവത്തിൽ ആ കുറവ് മൂലമല്ല നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലാകുന്നത്. ആ കുറവിനെ കുറിച്ച് നാം ചിന്തിച്ച് താഴ്ന്നു പോകുമ്പോഴാണ് പ്രതിസന്ധികളെല്ലാം ഉടലെടുക്കുന്നത്. മാത്രമല്ല, അങ്ങനെയൊരു കുറവ് എനിക്കില്ല എന്ന് തോന്നിപ്പിക്കുവാനായി നമ്മൾ നടത്തുന്ന എല്ലാ പ്രകടനങ്ങളും സ്വാഭാവികമായി കർമ്മം ചെയ്യാനുള്ള നമ്മുടെ ഊർജത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അല്പമൊന്ന് മാറി ചിന്തിക്കുക. കുറവുകളില്ലാത്തവരായി ഈ ലോകത്ത് ആരും തന്നെയില്ല. സ്ഥൂലമോ സൂക്ഷ്മമോ ആയ പല കുറവുകൾ ഉണ്ടായിട്ടും ലോകത്തിലെ ചിലർ മാത്രം വിജയം കൈവരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ വിജയികൾ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നോ, എനിക്ക് ഏതു കാര്യത്തിൽ കഴിവുണ്ട് എന്നായിരുന്നു അവരുടെ ചിന്താവിഷയം. എനിക്ക് എന്ത് കുറവുകൾ ഉണ്ട് എന്ന് ചിന്തിച്ചില്ല എന്നതാണ് സത്യം. ഇതിനർത്ഥം നമ്മുടെ കുറവുകളെക്കുറിച്ച് പൂർണ്ണമായി അവഗണിക്കണം എന്നല്ല. തൻ്റെ പരിമിതികളെക്കുറിച്ച് ഒരു അറിവ് നമുക്ക് ആവശ്യം തന്നെയാണ്. എന്നാൽ ആ പരിമിതികളെ പൂർണ്ണ സമയവും ധ്യാനിച്ചു കൊണ്ടിരിക്കരുത് എന്ന് മാത്രം. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, തൻ്റെ കുറവുകളെക്കുറിച്ച് അമിതമായി ചിന്തിച്ചാൽ ആ കുറവുകൾ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ വലുതായി തോന്നുവാൻ തുടങ്ങും. തൻ്റെ കഴിവുകളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ കഴിവുകൾ വികാസം പ്രാപിക്കുകയും ചെയ്യും. നന്ദി. ശുഭദിനം.